നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുണ്ട ആക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ ഉപ്പള. വാഹനങ്ങൾ അടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. ലോക വനിതാ ദിനം. ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. തളങ്കര ഗവൺമെന്റ് മുസ്ലിം സ്കൂളിലെ 1975 ബാച്ച് കൂട്ടായ്മയായ 75 മെയ്റ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. വിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായി ഹോസ്ദുർഗ് തെരുവത്ത് LP സ്കൂളിൽ കുളിരേകും ക്ലാസ് റൂം. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് റൂം നവീകരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിന്റെ ഭാഗമായി മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് T നസീറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് V അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗുണ്ടാക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ ഉപ്പള. നഗരത്തിലെത്തിയ സംഘം കാറുകളും ബസ്സും അടിച്ചു തകർത്തു. നേരത്തെ ഉപ്പളയിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ കാലിയ റഫീഖിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കാസർഗോഡ് ഉപ്പളയിൽ വീണ്ടും ഗുണ്ടാ ആക്രമണങ്ങൾ നടക്കുന്നത്. നേരത്തെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പോരിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ അക്രമങ്ങൾ വഴിമാറിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉപ്പള നഗരത്തിലെത്തിയ ഗുണ്ടാ സംഘം 5 കാറുകളും ഒരു ബസ്സുമാണ് തകർത്തത്. ഒരു ജ്വല്ലറിക്ക് നേരെയും അക്രമമുണ്ടായി. ഉപ്പളയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്താണ് അക്രമമുണ്ടായത്. നേരത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്ത കാലിയ റഫീഖിന്റെ കൂട്ടാളിയായ യുവാവിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യം ഉപയോഗിച്ച് ഗുണ്ടാ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ പോലീസ് കർശന നടപടി സ്വീകരിച്ചതോടെ ഉൾവലിഞ്ഞ ഗുണ്ടാ സംഘങ്ങളാണ് വീണ്ടും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച ധർണ KPCC നിർവാഹക സമിതി അംഗം P അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ കൊലയാളികളെ കണ്ടുപിടിക്കേണ്ടതും അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇന്നവരാണ് ഈ കൊലക്കേസിലെ പ്രതികളെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരിനുള്ളത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇടതുപക്ഷ സർക്കാർ ഇന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. ആ പിന്നോക്കം അവസാനിച്ചുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതിൽ MLA അടക്കമുള്ള ജില്ലയുടെ നിയോജകമണ്ഡലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒട്ടനവധി നേതാക്കൾ ഈ കൊലപാതകത്തിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏവർക്കും ഇന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒക്കെ തന്നെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. KT സുഭാഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ അണങ്കൂർ, R ഗംഗാധരൻ, ഉസ്മാൻ കടവത്ത്, G നാരായണൻ, മുനീർ ബാങ്കോട്, S രഹന, ഫിറോസ് അണങ്കൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലെ 1975 ബാച്ച് കൂട്ടായ്മയായ 75 മെയ്റ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. നായന്മാർ മൂല തൻബീഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന് വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. മെഡിക്കൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7-നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡെന്റൽ, കാർഡിയോളജി, ഗ്യാസ്ട്രോ എൻഡട്രോളജി, ന്യൂറോളജി തുടങ്ങി വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിലായി മംഗലാപുരത്തെ പ്രശസ്തമായ 50-ൽ പരം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് സൗജന്യ പരിശോധന കൂടാതെ മരുന്നുകളും ലഭ്യമാക്കും. ക്യാമ്പിനോടനുബന്ധിച്ച് വ്യത്യസ്ത ദിവസങ്ങളിലായി ഹൃദ്രോഗം, അർബുദം, വൃക്ക, പ്രമേഹം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. ഏകദേശം 19ഓളം മെഡിക്കൽ ബ്രാഞ്ചുകളിൽ കാർഡിയോളജി മുതൽ നെഫ്രോളജി, അതുപോലെ തന്നെ ഓങ്കോളജി, ഗൈനക്കോളജി, എൻഡോക്രൈനോളജി, അങ്ങനെ എല്ലാ മേഖലകളിലും 19 മെഡിക്കൽ മേഖലകളിലുള്ള
ഏറ്റവും പ്രശസ്തരായ സ്പെഷ്യലിസ്റ്റുകളെയാണ് ഞങ്ങൾ ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ടി.എ. ഖാലിദ്, എം.എ. ലത്തീഫ്, പി.എം. മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ വനിതാ സെൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നായന്മാർമൂലയിലെ ജില്ലാ ഓഫീസിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ASP ഡി ശില്പ IPS ഉദ്ഘാടനം ചെയ്തു. വനിതാ സെൽ ജില്ലാ പ്രസിഡന്റ് M. ബാലാമണി അധ്യക്ഷത വഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂക്കൾ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം, വനിതാ സെൽ സംസ്ഥാന സെക്രട്ടറി ജമീല അഹമ്മദ്, ജില്ലാ സെക്രട്ടറി തെരേസ ഫ്രാൻസിസ്, ജില്ലാ ട്രഷറർ ഫാത്തിമ അബ്ദുള്ള കുഞ്ഞി, നാസർ ചെർക്കളം, മൻസൂർ മല്ലത്ത്, ഷെരീഫ് മുഗു, ഹമീദ് അലി മാവിനക്കട്ട, ഷാഫി കല്ലുവളപ്പിൽ, ലീന ടീച്ചർ, സുജാത ഷെട്ടി, പ്രിയ മോഹനൻ, ശ്രീജ, CA സക്കീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാർ ലോക വനിതാ ദിനം ആഘോഷിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിൽ കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് തമ്പിലെ കലാകാരന്മാർ വനിതാ ദിനം ആഘോഷമാക്കിയത്. തമ്പിലെ തിരക്കുകൾക്കിടയിലും ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരെല്ലാവരും ഒരുമിച്ചെത്തിയാണ് ലോക വനിതാ ദിനം ആഘോഷമാക്കിയത്. കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും അവർ വനിതാ ദിനത്തെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റി. സർക്കസിന്റെ മീഡിയ മാനേജർ ശ്രീഹരി നായർ, സീതു, മന്ദിര പൂനം, ഷാബിന തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ഗ്രേറ്റ് ബോംബെ സർക്കസിൽ 54 വർഷം പൂർത്തിയാക്കിയ തുളസീദാസ് ചൗധരിയെ അനുമോദിച്ചു. സ്കൂളിൽ പോകുന്ന വഴിക്ക് ഈ സർക്കസിൻ്റെ ഒരു ബോർഡ് കണ്ടു, ഗ്രേറ്റ് ബോംബെ സർക്കസ്. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെ തുളസിക്ക് ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് സർക്കസ് പോയിക്കൂടാന്ന്. അപ്പോൾ സ്കൂളിൽ പോയി വൈകുന്നേരം സർക്കസിൽ പോയി ഇരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 60 years തന്നെ ആയി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മുഹൂർത്തം മന്ദിരയും സീത്തുവും പിന്നെ പൂനമും സവിത എല്ലാവരും ഒരു ചിന്ത മനസ്സിൽ ഉണർന്നത് എന്താ വെച്ചാൽ, ഇന്നലെ ഈ വുമൻസ് ഡേക്ക് നമ്മളെ വക ഒരു സെലിബ്രേഷൻ എന്നുവെച്ചാൽ ഈ കലാകാരികളുടെ ഒരു സന്മനസ് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ഒരാളെ തിരഞ്ഞെടുത്ത് ഞാൻ ആരെങ്കിലും ഒരു വിശിഷ്ട വ്യക്തിയെ വിളിച്ച് ഇവിടെ ആദരിക്കുന്നതിന് പകരം നമുക്ക് ഈ ആഘോഷം തുളസിയോടൊപ്പം എന്നുള്ള ഒരു സന്മനസ് കാണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സർക്കസ് റിങ്ങിലെ ചെറിയ മനുഷ്യനാണെങ്കിലും തുളസീദാസ് ചൗധരി അനുഭവ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെക്കാളും ഏറെ ഉയരത്തിലാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സർക്കസിനോടുള്ള ഇഷ്ടം കൊണ്ട് തുളസീദാസ് തമ്പിലെത്തിയത്. 2 സിനിമകളിൽ അഭിനയിച്ചു. ഹംസബ് കാ ദിൽ ഹേ എന്ന സിനിമയിൽ ദാരാ സിംഗിനോടൊപ്പം അഭിനയിച്ചു. പിന്നീട് ക്രിഷ് സിനിമയിൽ ഋത്വിക് റോഷൻ, പ്രിയങ്ക ചോപ്ര എന്നിവരോടൊപ്പവും അഭിനയിച്ചു. എത്ര വലിയ വിഷമം മനസ്സിലുണ്ടായാലും എപ്പോഴും ചിരിപ്പിക്കും. അതാണ് എൻ്റെ ധർമ്മം. ഇത് ഞാൻ ജീവിതാവസാനം വരെ തുടരുമെന്നും തുളസീദാസ് ചൗധരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ TH ഗ്രൂപ്പിന്റെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് സ്ഥാപനമായ ഫ്രഷ് വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നുള്ളിപ്പാടിയിലെ ഹൈവേ കാസിൽ ഹോട്ടലിന് സമീപത്തായാണ് TH ഗ്രൂപ്പിന്റെ വെജിറ്റബിളിനും ഫ്രൂട്ട്സിനുമായുള്ള ഫ്രഷ് വേൾഡ് ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഫ്രീസർ റൂമിന്റെ ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. TH ഫ്രഷ് വേൾഡ് നല്ല പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുമാണ് ഈ കാസർകോട്ടെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമ്മുടെ ജില്ല ജൈവ ജില്ല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് കാസർകോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ധൈര്യമായി ഒരു പച്ചക്കറിയും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ വളരെ ധൈര്യമായി ജൈവ പച്ചക്കറികൾ, ഒരു മായം ചേർക്കാത്ത പച്ചക്കറികൾ നമ്മുടെ നഗരത്തിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നു എന്നത് തീർച്ചയായും കാസർകോട്ടെ എല്ലാ ജനങ്ങൾക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ആദ്യ വിൽപ്പന കടയുടമ ജുനൈദ് കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിമിന് കൈമാറി നിർവഹിച്ചു. TH ഗ്രൂപ്പിന്റെ ഫിഷ് വേൾഡ്, ചിക്കൻ മാർക്കറ്റ് തുടങ്ങിയ സംരംഭങ്ങളും ഉടൻ തന്നെ കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കും.
TH ഫ്രഷ് വേൾഡ് ഇവിടെ തുടങ്ങാൻ നുള്ളിപ്പാടി തുടങ്ങാനുണ്ടായ കാരണം ജനങ്ങൾക്ക് നല്ല തുച്ഛമായ വിലയ്ക്ക് സാധനം എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം സാധനം പ്രൊഡക്ഷനാകുന്ന സ്ഥലത്ത് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടെ രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ഫുൾ ടൈം ഓപ്പൺ ആയിക്കൊണ്ട് ഏത് സമയത്ത് നല്ല രീതിയിൽ പാർക്ക് ചെയ്തുകൊണ്ടും അതുപോലെ ഫ്രീസർ സംവിധാനത്തോടു കൂടിയ ഏക ഷോപ്പാണ് കാസർഗോഡ് ജില്ലയിലെ. അതുപോലെ ചിക്കനും ഫിഷും 26-ാം തീയതി ഓപ്പൺ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് KCN. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിന്റെ ഭാഗമായി മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് T. നസീറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കോട്ടക്കണി റോഡിലെ ജീവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ധനസഹായ വിതരണം നടന്നത്. വ്യാപാര രംഗം അനുദിനം ശോഷിച്ചു വരുന്ന കാലത്ത് സംസ്ഥാനത്താദ്യമായാണ് ജില്ലാതലത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടനയിൽ അംഗങ്ങളായ വ്യാപാരിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് മരണാനന്തര ധനസഹായമായി 5 ലക്ഷം രൂപ ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിലൂടെ നൽകുന്നത്. ചികിത്സാ ധനസഹായമായി 25,000 രൂപ വരെ ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട മുള്ളേരിയ യൂണിറ്റിലെ ബട്ട്യ AV, ബദിയടുക്ക യൂണിറ്റിലെ ജഗന്നാഥ ആൾവ എന്നിവരുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത്. മരണാനന്തര ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ നിർവഹിച്ചു. ഹൈക്കോടതിയിൽ പറയുന്ന വിധത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. 100% കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കഴിഞ്ഞ കൊല്ലം ഈ ജനുവരി മാർച്ച് മാസത്തിൽ ഏകദേശം 12 ഹർത്താലുകൾ കോഴിക്കോട്. ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഉദുമ MLA K. കുഞ്ഞിരാമൻ, കാസർഗോഡ് ADM ബിജു എന്നിവർ മരണാനന്തര ധനസഹായവും കുടുംബക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള മരണാനന്തര ധനസഹായം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും കുടുംബക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിമും നിർവഹിച്ചു. മാഹിൻ കോളിക്കര, AK. മൊയ്തീൻ കുഞ്ഞി, ഹംസ പാലക്കി, AA. അസീസ്, ഇല്യാസ് TA, KV. ബാലകൃഷ്ണൻ, തോമസ് കാനാട്ട്, ഗിരീഷ് ചീമേനി, AA. അസീസ്, ശങ്കരനാരായണമയ്യ, CH. ശംസുദ്ദീൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഉദ്യാവാര ഗുത്തു പട്ടികജാതി കോളനിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. സംഭവത്തിൽ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഉദ്യാവര ഗുത്തു പട്ടികജാതി കോളനിയിൽ ഭക്ഷണം പാചകം ചെയ്യുവാൻ പോലും വെള്ളമില്ലാതെ വീട്ടമ്മമാർ ദുരിതത്തിലാണ്. നനയ്ക്കുവാനും കുളിക്കുവാനുമടക്കം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ പ്രദേശത്ത് 16 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഒരു കുഴൽക്കിണർ കുഴിച്ചിരുന്നുവെങ്കിലും തകരാറിലായിട്ട് 1 വർഷത്തിലേറെയായി. പൈപ്പിൽ നിന്നും വെള്ളം കിട്ടാതായതോടെയാണ് പലരും ദുരിതത്തിലായത്. ഇത് സംബന്ധിച്ച് പലതവണ പരാതിയുമായി വാർഡ് മെമ്പറെ സമീപിച്ചുവെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 1 വർഷം ഈ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നത്. ഞങ്ങൾ 1 കിലോമീറ്റർ അകലെ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത്. വെള്ളം ഏറ്റി വൈകുന്നേരത്തെ വീട്ടിൽ പണിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണിക്കെല്ലാം പോയിട്ട് വരുമ്പോൾ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ട് അതിന് വാഗ്ദാനം പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ ഒന്നും പ്രവചിച്ചിട്ടേ ഇല്ല, ഉപകാരമായിട്ടുമില്ല നമുക്ക്. ഇപ്പോൾ 2 കിലോമീറ്റർ അകലെ നിന്ന് നടന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. കോളനിക്ക് 1 കിലോമീറ്റർ അകലെയായി വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് ഉണ്ട്. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനാൽ കോളനിയിലുള്ളവർ വെള്ളത്തിനായി അപേക്ഷിച്ചെങ്കിലും അധികൃതർ അനുകൂല നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ജില്ലാ സമ്മേളനം കാസർഗോഡ് സ്പീഡ് വേ ഇൻ ഹാളിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് V. അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ ഇമേജുകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വാട്ടർ അതോറിറ്റിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്
വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് പകരം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് കുമാർ അരമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ഒ പ്രകാശ്, ബാബു മണിയംകാനം, രവീന്ദ്രൻ നീലേശ്വരം, KP താരേഷ് കുമാർ, KV വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. വിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായി ഹോസ്ദുർഗ് തെരുവത്ത് LP സ്കൂളിൽ കുളിരേകും ക്ലാസ് റൂം, കുടിനീരൊരുക്കാൻ പാത്രവും ഒരുക്കി. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് റൂം നവീകരിച്ചത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹോസ്ദുർഗ് തെരുവത്ത് LP സ്കൂളും നവീകരിച്ചു. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ക്ലാസ് റൂം നവീകരിച്ചത്. കുളിരേകും ക്ലാസ് റൂം, കുടിനീരൊരുക്കാൻ പാത്രം എന്ന് പേരിട്ട സ്കൂൾ വികസനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ, സന്തോഷ്, മുഹമ്മദ് മുറിയനാവി, ബാലകൃഷ്ണൻ, സാവിത്രി, പ്രഥമാധ്യാപിക ഇന്ദിര, രാധാകൃഷ്ണൻ, രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണ്ട ആക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ ഉപ്പള. വാഹനങ്ങൾ അടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. ലോക വനിതാ ദിനം. ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. തളങ്കര ഗവൺമെന്റ് മുസ്ലിം സ്കൂളിലെ 1975 ബാച്ച് കൂട്ടായ്മയായ 75 മെയ്റ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. വിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായി ഹോസ്ദുർഗ് തെരുവത്ത് LP സ്കൂളിൽ കുളിരേകും ക്ലാസ് റൂം. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് റൂം നവീകരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിന്റെ ഭാഗമായി മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് T നസീറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് V അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.